ബോർഡിലേക്ക് നോക്കിയിരിക്കും. ഇതുണ്ട് ഇവിടെ ഇൻ ഈച്ച് പിക്ചർ ബിലോ, അങ്ങനെ പറയാൻ കാര്യം എത്ര പിക്ചർ ഉണ്ട്? 2 പിക്ചർ. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ഷോൺ. ഒരു സർക്കിളിലെ, ഒരു വൃത്തത്തിലെ ഒരാർക്കിന്റെ പേരൊന്നുമില്ലല്ലോ, അപ്പൊ നോക്കേണ്ട, ഇങ്ങനെ പേര് കൊടുക്കാം. ഇത് എ, ഈ സെന്റർ ഓയ്, ഇത് ബി, താഴത്തെ പോയിന്റ് ക്യൂ, മുകളിലത്തെ പോയിന്റ്. ഇങ്ങനെ തന്നെ പേര് കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് വേറെ 2-3 അക്ഷരം ഞാൻ അവിടെ കൊടുത്താൽ നിങ്ങൾ നോട്ട് എടുത്ത് വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? കൺഫ്യൂഷൻ വരും. പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് അക്ഷരം വേണമെങ്കിലും ഉപയോഗിക്കും. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പടത്തിൽ എ ക്യൂ ബി എന്ന് പറയുന്നു ആർക്കിന്റെ പറട്ടെ എൻഡ് പോയിന്റ്സ് ആയ അഗ്രബിന്ദുക്കളായ എയും ബി എയും നമ്മൾ സർക്കിളിന്റെ സെന്ററായ വൃത്തത്തിന്റെ കേന്ദ്രമായ ഓയിലോട്ട് യോജിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു ആംഗിൾ, ഒരു കോൺ ഉണ്ടായില്ലേ? എത്ര ഡിഗ്രി? 100 ഡിഗ്രി. അതിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ, ആംഗിൾ എ ഒ ബി എത്ര ഡിഗ്രിയാണ്? ഇയാൾ ആരാന്നാ പറഞ്ഞേ? ആരുടെ? എ ക്യൂ ബിയുടെ സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ്. അത്രയും കാര്യം ഓക്കെ ആയല്ലോ. ശരി, ഇനി ബാക്കി താഴെ ചോദ്യം വായിച്ചാട്ടെ. ഇൻ ഈച്ച്, ഓരോന്നിലും കാൽക്കുലേറ്റ് ദ ആംഗിൾസ് വിച്ച് ദി ആർക്ക് മേക്സ് അറ്റ് ദി അതർ 2 പോയിന്റ്സ്. ഇവിടെ 2 പോയിന്റുകളിലായിട്ട് 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ച പോയിന്റിലെ ആരെ കണ്ടുപിടിക്കണം? ആംഗിളിനെ കണ്ടുപിടിക്കണം. ആരെ കണ്ടുപിടിക്കണം? കണ്ടോ, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് 2-3 കണക്കറിയെങ്കിൽ വേഗം ഉത്തരം പറയാനേ ഉള്ളൂ. അല്പം മുമ്പേ അപ്നർ വന്ന് പറഞ്ഞായിരുന്നു, ഇത് എത്ര ഡിഗ്രി ആണോ അതിന്റെ പകുതിയാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ആംഗിളിന്റെ പേര് പറഞ്ഞു, അല്ല പേര് പറ. ആംഗിൾ എ പി ബി ഈക്വൽ ഹാഫ് ഓഫ് 100 ഡിഗ്രി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇനി അടുത്തത് ഏത് ആംഗിളാണ് കണ്ടുപിടിക്കണ്ടേ? എ ക്യൂബി. അത് കണ്ടുപിടിക്കേണ്ടത് എ ക്യൂബി. ശ്രദ്ധിക്കുക, ഞാൻ പുസ്തകത്തിൽ ഇച്ചിരി ഡീവിയേറ്റ് ചെയ്ത് പറയുവാണ്. അത് കാരണം പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ പാഠം മൊത്തം പഠിച്ചിട്ട് പോയ പരീക്ഷ എഴുതുന്നത്, അല്ലാതെ പാർട്ട് ബൈ പാർട്ട് പഠിച്ചോണ്ട് പോകണ്ടല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരം എഴുതാവുന്ന മാർഗം, ഞാൻ ഈ പറയുന്ന പോയിന്റുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം. എ ക്യൂ ബി പി, ഈ പോയിന്റുകളുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവര് 4 പേര് സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള 4 പോയിന്റുകളാണ്. ഇവർ 4 പേര് എവിടെയുള്ള പോയിന്റുകളാണ്? സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള 4 പോയിന്റുകളാണ്. സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള അവരെ 4 പേരെ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ബാക്കി ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, ഒരു ചതുർഭുജമാണ് എ ക്യൂ ബി പി എന്ന് പറയുന്നത്. അതിനെന്തോ ഒരു പേര് പറയുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. എന്ത് പറയുന്നു? അതിന്റെ ഈ ആംഗിൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി എത്ര ഡിഗ്രി ആണെന്ന്? 50. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലേ ആ ക്യൂവിൽ വരുന്നത്? അതെങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എ ക്യൂ ബി ഈക്വൽ 180 മൈനസ് 50 ഈക്വൽ 100. ഒരു മാർഗം പിടികിട്ടിയോ? ഇനി ഞാൻ വേറെ ഒരു മാർഗത്തിൽ കൂടെ ഈ താഴത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞുതരാം. ഇതിൽ ഏത് മെത്തേഡിൽ എഴുതിയാലും പരീക്ഷയ്ക്ക് ഉത്തരം കറക്റ്റാ. ഇത് എത്ര ഡിഗ്രി ഉണ്ട്? 100 ഡിഗ്രി. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 360 നിന്ന് 100 കുറയ്ക്കണം. 360 ഐഡിയ അറിയാമല്ലോ. സെൻട്രൽ ആംഗിളിന്റെ ടോട്ടൽ കൂട്ടിയാൽ 360 കിട്ടണം. അതിൽ ഇത് എത്ര ഉണ്ട്? 100. അപ്പൊ 360 നിന്ന് 100 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 200. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ 260 ഡിഗ്രി. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ആ സെൻട്രൽ ആംഗിളിന്റെ പകുതി ഹാഫ് ആയിരിക്കത്തില്ല ഇവിടെ വരുന്നത്. 260ന്റെ ഹാഫ് 130. ഇങ്ങനെ 2 ഐഡിയയിൽ നിങ്ങൾക്ക് ഈ താഴത്തെ ആംഗിൾ എത്ര ഡിഗ്രി എന്ന് കണ്ടുപിടിക്കാം? 130 എന്ന് കണ്ടുപിടിക്കാം. പരീക്ഷയ്ക്ക് ഏതെഴുതി വെച്ചാലും
മാർക്ക് കിട്ടും. കാര്യം പിടി കിട്ടിയോ? ഓക്കെ, നോട്ട് നോക്കിയാട്ടെ എല്ലാവരും. പടത്തെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെ പറഞ്ഞാട്ടെ. ഓ സെന്ററായ ഒരു സർക്കിൾ, വിവാസെ ഓ കേന്ദ്രമായ ഒരു വൃത്തം, അതിലെ ഒരാർക്കാണ് ആര്? എ പി ബി. അതിലെ ഒരു ചാപമാണ് എ പി ബി. അതിന്റെ എൻഡ് പോയിന്റ്സ് ആയ അഗ്രബിന്ദുക്കളായ എയും ബി എയും സർക്കിളിന്റെ സെന്ററായ വൃത്തത്തിന്റെ കേന്ദ്രമായ ഓയിലോട്ട് യോജിപ്പിച്ചു. അപ്പോൾ ആ സെന്ററിൽ കേന്ദ്രത്തിൽ ഒരു കോണുണ്ടായി, ഒരു ആംഗിൾ ഉണ്ടായി. എന്തോ അയാളുടെ പേര്? എ ഒ ബി. എന്താണ്? അതാരാണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ടോ? അല്ല, എത്ര ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല. അയാൾ ആരാണ്? എ പി ബിയുടെ സെൻട്രൽ ആംഗിൾ ആണ്. എ പി ബിയുടെ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ എ ക്യൂ ബി ആരാ? അതിന്റെ കോംപ്ലിമെന്ററി ആർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പുസ്തകത്തിലെ ഭാഷയിലെ ഓൾട്ടർനേറ്റ് ആർക്ക്. അവിടെ ഇതേ എ പി ബി ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. തുടങ്ങാൻ ആരംഭിക്കാമല്ലോ. ഇത് എത്ര ഡിഗ്രി ഉണ്ട്? 240. ഇതെന്ന് പറയുമ്പോ എ ക്യൂ ബിയുടെ സെൻട്രൽ ആംഗിൾ എത്ര ഉണ്ട്? അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? എ ഒ ബി കണ്ടുപിടിക്കാം. ആരെ കണ്ടുപിടിക്കാം? ആംഗിൾ എ ഒ ബി നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞാട്ട് എങ്ങനെ കിട്ടും? 360 മൈനസ് 200, 0, 4 2 6, 2 1 3. എത്ര ഡിഗ്രി? 120 ഡിഗ്രി. ഇത് കണ്ടുപിടിച്ചതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ ആദിത്യ? ഇല്ല. ഇത് 120 ആണെങ്കിൽ പോരട്ടെ. അല്ല, നേരെ മുകളിലോട്ട് പോവാം. ആംഗിൾ എ ക്യൂ ബി എത്ര വരും? ഹാഫ് ഓഫ് 120. എത്ര ഡിഗ്രി? 60 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? അപ്പൊ ഇത് 60 എന്ന് കിട്ടി. ഇത് 60 ആണെങ്കിൽ നേരെ താഴെ അറ്റത്ത് വരണം. ആംഗിൾ എ പി ബി എങ്ങനെ കണ്ടുപിടിക്കും? 180 നിന്ന്, അല്ലെങ്കിൽ 180 എങ്ങനെ വന്നു? വിഭാസെ 180 എങ്ങനെ വന്നു? എ പി ബി ക്യൂ. ഇവര് 4 പേര് ഇവിടുത്തെ പോയിന്റ് ആണ്. സർക്കിളിന്റെ സർക്കംഫറൻസിലെ 4 പോയിന്റുകളാണ്. ഇവരെ 4 പേരെ യോജിപ്പിച്ചുകൊണ്ട് വരച്ചിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ. എന്റെ പേര് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 കിട്ടണം. അതിൽ ഇത് എത്ര ഉണ്ട്? 60 ഉണ്ട്. അപ്പം ഇതെങ്ങനെ കണ്ടുപിടിക്കും? 180യിൽ നിന്ന് 60 കുറക്കണം. എത്ര കിട്ടും? 100. ഇനി ഇത് അല്ലാതെ ഒരു വിധത്തിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഈ 240ന്റെ പകുതി എടുത്താലും ആരെ കിട്ടും? 120 കിട്ടും. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഐഡിയ ഇല്ലെങ്കിലും ആൻസർ കിട്ടും. സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഐഡിയ വെച്ച് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ആൻസർ കണ്ടുപിടിക്കാം. ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓൾ സ്റ്റാൻഡപ്പ്.